റിപ്പോർട്ടർ ഇമ്പാക്റ്റിലേക്കാണ്. എൻ ഭാസുരാഗിന് വേണ്ടി പ്രേക്ഷകരെയല്ലോ കണ്ണില സർവീസ് സഹകരണ ബാങ്ക്. അപ്പോൾ ഇതിലെ ഈ ദുരൂഹ നീക്കം നടത്തിയ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാനുള്ള ശ്രമത്തിൽ ക്ഷീരസഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ നടപടി. മാറനല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി ഉഷയെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് മന്ത്രി ചിഞ്ചു റാണി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ മാത്രം നടപടിയെടുത്തത്. മാറനല്ലൂർ ക്ഷീരസംഘം സെക്രട്ടറിക്ക് ഇപ്പോൾ സസ്പെൻഷൻ എന്ന വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാസുരാഗന് ക്ഷീരസഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാനുള്ളൊരു ശ്രമമാണ് ഈ സെക്രട്ടറിയെ ഇപ്പോൾ നടപടിക്ക് അർഹനാക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, ഈ നടപടി സെക്രട്ടറിയിൽ മാത്രം ഒരുങ്ങാണോ? ഇത് പ്രേക്ഷകർ ഫോളോ ചെയ്യാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി വിവരിക്കൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അരുൺ പറഞ്ഞതുപോലെ എൻ ഭാസുരാഗനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ടല ബാങ്കിൽ 101 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി ED അറസ്റ്റ് ചെയ്ത് 1 വർഷവും 2 മാസത്തിലേറെയും ജയിലിൽ കിടന്നതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 9:47. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കണ്ടലയിൽ ഈ തട്ടിപ്പ് നടത്തിയ ഭാസുരാഗന് വീണ്ടും മത്സരിക്കാനുള്ള അവസരം കൊടുത്ത സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിക്കെതിരെ നടപടി വന്ന വാർത്തയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ടി വി പ്രസാദിലേക്ക് തിരിച്ചു വരുന്നു. ടി വി പ്രസാദ്, ഒരിക്കൽ കൂടി ഒന്ന് പറയണം, പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ഫ്ലോ അങ്ങ് പോയി. അരുൺ പറഞ്ഞു വരികയായിരുന്നു. അതായത് കണ്ടല ബാങ്കിലും മാറനല്ലൂർ ക്ഷീരയിലും കോടികളുടെ വെട്ടിപ്പ് നടത്തി അത് പൂർണ്ണമായ തകർച്ചയിലേക്ക് തള്ളിവിട്ട ആളാണ് മുൻ CPI നേതാവായ എൻ ഭാസുരാഗൻ. പിന്നാലെ ED അറസ്റ്റ് ചെയ്ത് 1 വർഷത്തിലേറെ ജയിലിലും ഇട്ടു. പിന്നാലെ ജയിലിൽ നിന്ന് ജാമ്യം നേടി പുറത്തു വന്നതിന് ശേഷം ഇതേ സഹകരണ സംഘങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ ശ്രമം എൻ ഭാസുരാഗൻ നടത്തിയിരുന്നു. അതിന് ക്ഷീരവികസന വകുപ്പിലെയും CPIയിലെ ഒരു വിഭാഗത്തിൻ്റെയും വലിയ പിന്തുണ എൻ ഭാസുരാഗന് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വലിയ ഒരട്ടിമറി, ദുരൂഹമായ ഒരു അട്ടിമറി ക്ഷീരവികസന വകുപ്പിൽ നടന്നു. അതായത് എൻ ഭാസുരാഗൻ ഒരു പശുവിനെ പോലും വളർത്തുന്നില്ലെന്നും 1 ലിറ്റർ പാല് പോലും സ്വന്തമായി അളക്കുന്നില്ലെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ സഹകരണ സംഘത്തിൽ നിന്ന് തന്നെ പുറത്താക്കി സർക്കാർ ഉത്തരവിറക്കിയതാണ്. അതായത് ഇനി ഈ സംഘത്തിലേക്ക് വരാൻ പാടില്ല എൻ ഭാസുരാഗൻ എന്നതുകൊണ്ട്. പക്ഷേ അതെല്ലാം മറച്ചുവെച്ച് മറ്റന്നാൾ നടക്കുന്ന മാറനല്ലൂർ ക്ഷീരസംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക വന്നപ്പോൾ അരുൺ, 1ാമത്തെ പേരുകാരനായി എൻ ഭാസുരാഗൻ വന്നു. ഈ പേര് കൊടുത്ത ആളാണ് ഇപ്പോൾ സസ്പെൻഷനിലിരിക്കുന്ന അവിടുത്തെ സെക്രട്ടറി ഉഷ, അതായത് സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി. പക്ഷേ ഇത് ഉഷ മാത്രം ചെയ്തതല്ല അരുൺ. മുകളിലേക്ക് ഡെപ്യൂട്ടി അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ വരെയുള്ള ആളുകൾക്കെല്ലാം ഇതിൽ പങ്കുമുണ്ട്. കാരണം സർക്കാരാണ് ഭാസുരാഗനെ പുറത്താക്കിയത്. ഈ വോട്ടർ പട്ടിക മുകളിലേക്ക് വന്നാൽ അവർ പരിശോധിക്കേണ്ടതായിരുന്നു. ഇതൊന്നും പരിശോധിക്കാതെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് റിപ്പോർട്ടറിൻ്റെ ശ്രദ്ധയിൽ ഈ വാർത്ത പെടുന്നതും നമ്മളിത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നത്. വാർത്ത പുറത്തു വന്ന ഉടൻ മന്ത്രി ജെ ചിഞ്ചു റാണി വിഷയത്തിൽ ഇടപെട്ടു, അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഒരു വാർത്താ കുറിപ്പും ഇറക്കി. പക്ഷേ അതിൽ മന്ത്രി ജെ ചിഞ്ചു റാണി കൈകഴുകുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നടപടി വന്നു. ആ നടപടി സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു അരുൺ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ ഭാസുരാഗൻ കോടികളുടെ കൊള്ള നടത്തിയിട്ടും എൻ ഭാസുരാഗന് വേണ്ടി ക്ഷീരവികസന വകുപ്പിലും CPI എന്ന പാർട്ടിയിലും ഇപ്പോഴും ആളുകൾ സജീവമായുണ്ട്. ഏത് നിമിഷവും ഭാസുരാഗൻ തിരിച്ചു വരാം എന്നതിൻ്റെ സൂചന കൂടിയാണിത്. എന്തായാലും മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പിൽ ഭാസുരാഗന് മത്സരിക്കാൻ കഴിയില്ല. പക്ഷേ ഹൈക്കോടതി വഴി പോയി ഈ കരട് പട്ടികയുടെ ഭാഗമായി വോട്ട് ചെയ്യാനുള്ള അവസരം എൻ ഭാസുരാഗൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള അപ്ഡേറ്റ്. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. ഭാസുരാഗൻ്റെ ഭാവി ഭാസുരമാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയതാണ്, പ്രേക്ഷകരൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ആളുകളൊന്നും ആലോചിക്കുക, സഹകരണ പ്രസ്ഥാനത്തെ നിങ്ങളായിട്ട് നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പശുവിനെ പോലും വളർത്താതെ ഈ സഹകരണ സംഘത്തെ മുഴുവൻ ഒരു കറവ പശുവാക്കി കളഞ്ഞില്ലടേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട